സന്ധ്യാദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. സന്ധ്യാനാമ പാരായണത്തിന് ആദ്യം ദീപസ്തുതിയാണ് പറയുക. പിന്നീട് ഗണേശനാമവും രാമനാമവും ജപിക്കുന്നു. ക്രമത്തിൽ മറ്റു ദേവതാ കീർത്തനങ്ങൾ ആലപിക്കുന്നു. ഇതായിരുന്നു പഴയകാല പതിവ്. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും നാമജപം ഉണ്ടാകും. ഈ അരമണിക്കൂർ മുതിർന്നവരും കുട്ടികളും സ്ത്രീകളും ഇതിൽ പങ്കാളികളാകും. അത് കഴിഞ്ഞ് വൃദ്ധജനങ്ങൾ പുരാണ ഗ്രന്ഥങ്ങൾ വായിക്കും. ഇത് ഇന്ന് ഏതാണ്ട് ഇല്ലാതായിട്ടുണ്ട്. എങ്കിലും ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോഴും അപൂർവമായി ഇത് കണ്ടുവരുന്നുണ്ട്. വിവിധ ദേവീദേവന്മാരെ ആരാധിക്കുന്നവർ സഹസ്രനാമജപം നടത്താറുണ്ട്. സംസ്കൃത പദങ്ങളാൽ നിറഞ്ഞതാണ് പല സഹസ്രനാമങ്ങളും. അതുകൊണ്ട് തന്നെ ജപിക്കുമ്പോൾ കൃത്യമായ ഉച്ചാരണം ലഭിക്കാതെയും അർത്ഥമറിയാതെയുമായിരിക്കും പലരും ചൊല്ലുക. കഴിയുന്നതും തെറ്റുവരുത്താതെ ചൊല്ലുക. ഇനി അഥവാ തെറ്റ് പറ്റിപ്പോയാൽ അതൊരു ദോഷമായി കണക്കാക്കേണ്ടതില്ല. എങ്കിലും തെറ്റ് വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കാൻ നല്ലതായിരിക്കും. ഇന്നത്തെ സന്ധ്യാനാമം കേൾക്കാം. പൂർവം യത്ര സമം ത്വയാ രതിപതേ രാസാദിതാഃ സിദ്ധയ തസ്മിന്നേവ നികുഞ്ജ മന്മഥ മഹാതീർത്ഥേ പുനർമാധവ ധ്യായം സ്വാമനിശം ജപനപി തവൈവ ആലാപമന്ത്രാവലീം ഭൂയസ്ത്വൽകുചകുംഭനിർഭര പരിരംഭാ പരിരംഭാമൃതം വാഞ്ഛതി. രതിസുഖസാരേ ഗതമഭിസാരേ മദന മനോഹര വേഷം ന കുരു നീതംബിനി ഗമന വിളംബനം അനുസരതം ഹൃദയേശം ധീരസമീരേ യമുനാതീരേ വസതി വനേ വനമാലി ഗോപീപീന പയോധരമർദന ചഞ്ചലകരയുഗ ശാലി ധീരസമീരേ യമുനാതീരേ വസതി വനേ വനമാലി. നാമസമേതം കൃതസംഗേതം വാദയതേ മൃദുവേണും ബഹുമനുതേനനു തേതനു സംഗത പവനചലിതമപി രേണും ധീരസമീരേ യമുനാതീരേ വസതി വനേ വനമാലി
पतत्रे विचलति पत्रे शङ्कितभवदुपयानम् रचयति शयनम् रचयति शयनं सचकितनयनं पश्यति तव पन्धानं मुखरमधीरं त्यज मञ्जीरं रिपुमिव केळि सुलोलम् चल सखी कुञ्जं सतिमिरपुञ्जं शीलय नीलनिचोळं धीरसमीरे यमुनातीरे वसति वने वनमाली उरसि मुरारे उपहितहारे घनैव तरळवलागे तडिदिव पीते रतिविपरीते राजसी सुकृतविपाके विगलितवसनं परिहृदरशनं घडय जघनमपि धानम् किसलय शयने पङ्कजनयने निधिमिव हर्षनिदानम् धीरसमीरे यमुनातीरे वसति वने वनमाली हरिरभिमानी रजनिरिदानी इयमुपयाति विरामं कुरु मम वचनं सत्वररचनं पूरय मधुरिपुकामम् धीरसमीरे यमुनातीरे वसति वने वनमाली श्रीजयदेवे कृतहरिसेवे भणति परमरमणीयं प्रमुदितहृदयं हरिमतिसदयं नमत सुकृतगमनीयम् धीरसमीरे यमुनातीरे वसति वने वनमाली
ആദിപരാശക്തി, ലളിതാംബിക എന്നെല്ലാം വിശേഷിപ്പിക്കപ്പെടുന്ന ദേവതയുടെ ഒരു ഭാവമാണ് ദുർഗ എന്നത്. ദുർഗാദേവിയും ത്രിമൂർത്തികളും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കേൾക്കാം ഇന്നത്തെ കഥയമമ്മയിലൂടെ. എല്ലാ സജ്ജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ത്രിമൂർത്തികളുടെ ചൈതന്യത്തിൽ നിന്ന് ഉണ്ടായ ഒരു ദേവി, ആ ദേവി ഈ ലോകത്തിന് ചെയ്ത നന്മ, ആ മഹാശക്തിയായിട്ടുള്ള ദുർഗാ ഭഗവതിയും ത്രിമൂർത്തികളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇന്നത്തെ കഥയമമ്മയിൽ നമ്മൾ സംസാരിക്കുന്നത്. ആ ഭഗവതിയുടെ ജനനം എങ്ങനെയാണ് ഉണ്ടായത് എന്ന വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പായി എന്തിനാണ് ഭഗവതി ജനിച്ചത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എല്ലാവർക്കും അറിയാവുന്ന കഥയാണെങ്കിലും അതിൻ്റെ തത്വാംശം കൂടി മനസ്സിലാക്കുമ്പോഴായിരിക്കാം ഭഗവതി പോലും കൂടുതൽ സന്തോഷിക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. അതുകൂടെ പരിശോധിക്കാം. മഹിഷാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ, അദ്ദേഹം ദേവന്മാരെ വെല്ലുവിളിക്കുന്നു. നിങ്ങളുടെ ദേവലോകം ഞാൻ ആക്രമിക്കും എന്ന് ദേവേന്ദ്രനോട് പറയുന്നു. അതിനു വേണ്ട ശക്തി സജ്ജീകരിക്കാനായി അദ്ദേഹം ബ്രഹ്മദേവനെ തപസ് ചെയ്യുന്നു. ആ മഹിഷാസുരന്റെ തപസ് മുടക്കാൻ ദേവേന്ദ്രൻ ശ്രമിക്കുന്നൊക്കെയുണ്ട്. എന്നാൽ അതിയായിട്ടുള്ള തപശക്തി കാരണം ദേവേന്ദ്രന്റെ ശ്രമങ്ങളൊന്നും നടക്കുന്നില്ല. അങ്ങനെ മഹിഷാസുരന്റെ തപസ് ദീർഘനാൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഭൂമി ചുട്ട് പഴുക്കാൻ തുടങ്ങി. ഭൂമിയിലുള്ള ആളുകളുടെ താമസമൊക്കെ വലിയ ബുദ്ധിമുട്ടിലായി. ദേവകൾക്ക് പോലും ഈ ഭൂമിയിൽ നിന്നുണ്ടാവുന്ന താപം കൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടായി എന്നാണ്. ആ സമയത്താണ് ഇനിയൊരു വഴിയുമില്ല എന്ന് മനസ്സിലാക്കിയ ബ്രഹ്മദേവൻ മഹിഷാസുരന്റെ മുമ്പിൽ പോയി അദ്ദേഹത്തിൻ്റെ തപസ്സിൽ സംപ്രീതനായി പ്രത്യക്ഷപ്പെട്ടത്. ബ്രഹ്മദേവനെ കണ്ട ഉടനെ തന്നെ മഹിഷാസുരൻ നമസ്കരിച്ചു. അങ്ങനെ തപസ്സിൽ സംപ്രീതനായതിന് നന്ദി പറഞ്ഞു. എല്ലാ തരത്തിലുള്ള സ്തുതികളൊക്കെ നടത്തി. ആ സമയത്താണ് ബ്രഹ്മാവ് ചോദിക്കുന്നത്, അല്ലയോ മഹിഷാസുര, അങ്ങയുടെ തപസ്സൊക്കെ ഗംഭീരമായിട്ടുണ്ടായിരുന്നു. ഈ തപസ്സിന് ഒരു വരം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്ത് വരാണ് വേണ്ടത്? ഉടനെ തന്നെ അദ്ദേഹത്തിന് ഒരു സംശയം ഉണ്ടായിരുന്നില്ല എന്താ ചോദിക്കേണ്ടതെന്നുള്ളത്. ഉടനെ തന്നെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എനിക്ക് അമരത്വം വേണം, ഒരാൾക്കും എന്നെ കൊല്ലാൻ പറ്റരുത്. ബ്രഹ്മാവ് പറഞ്ഞു, ജനിച്ചാൽ ഒരിക്കൽ മരിക്കും എന്നുള്ളത് എല്ലാവരുടെയും വിധിയാണ്. അതിനെ മാറ്റാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് അമരത്വം അല്ലാതെ എന്തെങ്കിലും വരം ചോദിച്ചോളൂ എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് മഹിഷാസുരന് തോന്നിയ ഒരു അതിബുദ്ധിയാണ്, എന്നെ സാധാരണ ആൾക്കാർക്ക് ആർക്കും കൊല്ലാൻ സാധിക്കരുത്. എനിക്കൊരു മരണം ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരു സ്ത്രീയുടെ കൈകൊണ്ട് മാത്രമേ പാടുള്ളൂ എന്നാണ് അദ്ദേഹം വരം വാങ്ങിയത്. അപ്പം ബ്രഹ്മദേവൻ ചോദിക്കുന്നുണ്ട്, ഇത് എന്തുകൊണ്ടാണ് അങ്ങ് ഇങ്ങനെ ഒരു വരം വാങ്ങുന്നത്? ഒരു സ്ത്രീയുടെ കൈകൊണ്ട് മാത്രമേ മരണം സംഭവിക്കാവൂ എന്നുള്ള വരം വാങ്ങുന്നതിന് പുറകിലുള്ള ചേതോവികാരം എന്താണ് എന്ന് ബ്രഹ്മാവ് ചോദിച്ചു. മഹിഷാസുരൻ പറയുന്നുണ്ട് പുച്ഛത്തോടുകൂടി, ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് അബലകളാണ്, അവർക്കൊരു ശക്തിയുമില്ല, അവർക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. അവർ വിചാരിച്ചാൽ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ പോലും സാധിക്കില്ല. അങ്ങനെയുള്ളൊരു സ്ത്രീയെ ഞാൻ എന്തിനാണ് ഭയക്കേണ്ടത്? അതുകൊണ്ടൊരു സ്ത്രീയുടെ കൈകൊണ്ട് എനിക്ക് മരണം ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം. അതുകൊണ്ട് അങ്ങ് എനിക്കിപ്പോൾ തന്നിട്ടുള്ളത് ഒരു തരത്തിൽ അമരത്വം തന്നെയാണ് എന്ന് പറഞ്ഞ് മഹിഷാസുരൻ അട്ടഹസിക്കാൻ തുടങ്ങി. ബ്രഹ്മാവ് അവിടെ നിന്ന് അന്തർധാനം ചെയ്യുന്നു. വരം കിട്ടിയ മഹിഷാസുരൻ 3 ലോകങ്ങളെയും ആക്രമിക്കുന്നു. ലോകം മുഴുവൻ മഹിഷാസുരന്റെ ഭരണത്തിന് കീഴിലാവുന്നു. എവിടെയൊക്കെ ധർമ്മം ഉണ്ടായിരുന്നോ അവിടെയൊക്കെ അധർമ്മം കൊടികുത്തി വാഴാൻ തുടങ്ങുന്നു. ഇങ്ങനെ ദേവകൾക്ക് ഒരു തരത്തിലും ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരവസ്ഥ വന്നു. ഈ സമയത്താണ് ഈ ദേവകളെല്ലാവരും ചേർന്ന് ബ്രഹ്മാവിനെ കാണുകയും മഹിഷാസുരന്റെ ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ബ്രഹ്മാവ് അവിടെ നിന്ന് കൈലാസത്തിലേക്കും, കൈലാസത്തിൽ ചെന്ന് മഹാദേവനും ബ്രഹ്മാവും ദേവകളും ചേർന്ന് വൈകുണ്ഠത്തിലെത്തി ഭഗവാൻ നാരായണനെയും കാണുന്നു. മഹിഷാസുരനെ വധിക്കാൻ ഒരു സ്ത്രീക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ത്രിമൂർത്തികളുടെ ശക്തികൾ സ്വാംശീകരിച്ചുകൊണ്ട് ഒരു പുതിയ ചൈതന്യത്തെ നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് സൃഷ്ടിക്കാം എന്നുള്ള ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ബ്രഹ്മാവിൻ്റെ ശക്തിയും മഹാവിഷ്ണുവിൻ്റെ ശക്തിയും മഹാദേവന്റെ ശക്തിയും സ്വാംശീകരിച്ചുകൊണ്ട് ഒരുമിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒരു പുതിയ ചൈതന്യത്തെ ദേവന്മാർ ഉളവാക്കുന്നത്. അവളാണ് മഹാലക്ഷ്മി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവളെ തന്നെ ഒരു തരത്തിൽ ദുർഗ എന്നും വിളിക്കാം. ആ മഹാലക്ഷ്മിയുടെ പുരികക്കൊടിയിൽ നിന്നാണത്രേ ചണ്ഡികാദേവി ജനിക്കുന്നത്. അവളെയും ദുർഗ എന്ന് സംബോധന ചെയ്യാറുണ്ട്. ആ ചണ്ഡികാദേവിയാണ് മഹിഷാസുരനെ വധിക്കുന്നത്.
എന്തായിരുന്നു ഭഗവതിയുടെ ചൈതന്യം? എവിടെ നിന്നാണ് ആ ഭഗവതിക്ക് ആ ശക്തി കിട്ടിയത്? അമ്മ പരാശക്തിയാണ്, അമ്മയ്ക്ക് ശക്തിയുടെ ആവശ്യമൊന്നുമില്ല. എങ്കിലും അമ്മയുടെ ശക്തി എന്ന് പറയുന്നത് ത്രിമൂർത്തികളുടെ ശക്തിയാണെന്നാണ് പറയുന്നത്. നോക്കൂ, ഒരാളിൽ തന്നെ സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും സംഹാരത്തിൻ്റെയും ശക്തികൾ ഒരുമിച്ച് ചേർന്നാൽ ആ ഭഗവതിയുടെ ശക്തി എന്തായിരിക്കും? ആ ശക്തി കൊണ്ടാണ് ആ ചണ്ഡികാദേവിയാകുന്ന ദുർഗാ ഭഗവതി മഹിഷാസുരനെ വധിച്ചത്. അതൊരു വിജയദശമി ദിവസത്തിലായിരുന്നു എന്നും നമുക്കറിയാം. അങ്ങനെ ത്രിമൂർത്തികളുടെ അനുഗ്രഹം കൊണ്ട്, ത്രിമൂർത്തികളുടെ ചൈതന്യത്തിൽ നിന്ന് ഉളവായ ആ ഭഗവതിയെ പൂജിക്കുന്നതിലൂടെ നമുക്കും ആ ത്രിമൂർത്തികളുടെ മുഴുവൻ അനുഗ്രഹവും നേടാൻ സാധിക്കും എന്ന് കഥയിൽ പറയുന്നു. സ്ത്രീകളാൽ മാത്രമേ കൊല്ലപ്പെടാൻ പാടൂ എന്ന വരം മഹിഷാസുരൻ ചോദിക്കുമ്പോൾ സ്ത്രീകൾക്ക് മഹിഷാസുരൻ കൊടുത്ത സ്ഥാനം എന്തായിരുന്നു? ഭഗവതി എന്താണ് യഥാർത്ഥത്തിൽ മഹിഷാസുരന് ബോധ്യപ്പെടുത്തിയത്? സ്ത്രീ എന്ന് പറഞ്ഞാൽ അബലയല്ല, സ്ത്രീ എന്ന് പറഞ്ഞാൽ ശക്തിയാണ് എന്ന് മഹിഷാസുരനും ഒരേപോലെ മഹിഷാസുരന്റെ മനോവ്യവസ്ഥ കൊണ്ട് ചിന്തിക്കുന്ന ഇന്നത്തെ ലോകത്തിനും ദേവി ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നാണ്. സ്ത്രീ ഒരിക്കലും അബലയല്ല, അവൾ ശക്തിയാണ്, അവൾ അമ്മയാണ്. അവളെയാണ് ആത്യന്തികമായിട്ട് നമസ്കരിക്കേണ്ടത്. അമ്മയിലുള്ളത് ത്രിമൂർത്തികളുടെ ശക്തി തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ള ആ അമ്മയെ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായം സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്തേ. ക്ഷേത്ര സന്ദർശന വേളയിൽ നെറ്റിയിൽ ഭസ്മക്കുറി വരയ്ക്കുമ്പോൾ ശരീരം നശ്വരമാണെന്നും ആത്മാവ് സ്ഥിരമാണെന്നും ഓർമ്മപ്പെടുത്തൽ കൂടിയാകുന്നു അത്. ഇങ്ങനെ ഹൈന്ദവ ആചാരങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഓരോ കർമ്മത്തിനും വിവിധ തലങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന അർത്ഥവ്യാപ്തിയുണ്ട്. ഇനി നാം ക്ഷേത്രനടയിലേക്ക് പോകാം ദീപാരാധന കാഴ്ചയ്ക്കായി. ഇത് ഓണാട്ടക്കരയിലെ ഗുരുവായൂർ എന്നു പേര് കേട്ട ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്ത് ചേപ്പാട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. ഈ മഹാക്ഷേത്രത്തിന്റെ ഐതിഹ്യം ദ്വാപരയുഗവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഏവൂർ ക്ഷേത്രത്തിന്റെ കഥ പറയുമ്പോൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തൊട്ടടുത്ത ഗ്രാമങ്ങളുടെ ഭൂപ്രകൃതിയെക്കുറിച്ചും പറയേണ്ടതുണ്ട്. ദ്വാപരയുഗത്തിൽ ഈ പ്രദേശം മുഴുവൻ മഹാ ഔഷധ സസ്യങ്ങളും അത്യപൂർവമായ വൃക്ഷലതാദികളും നിറഞ്ഞ ഗാണ്ഡവ വനം എന്നറിയപ്പെടുന്ന ഒരു മഹാവനമായിരുന്നത്രേ. ആ കാലഘട്ടത്തിൽ നടന്ന ഒരു യജ്ഞത്തിന്റെ ഫലമായി അഗ്നിദേവൻ 12 വർഷത്തോളം വെണ്ണ കഴിക്കേണ്ടി വരികയും അതിന്റെ ഭാഗമായി അഗ്നിദേവന് ഉദരരോഗമുണ്ടാവുകയും ചെയ്തു. ഇതറിയുന്ന ബ്രഹ്മാവ് അഗ്നിദേവനെ ഉപദേശിക്കുന്നു. രോഗശമനത്തിനായി ഭൂമിയിലെ അപൂർവമായ ഗാണ്ഡവ വനം ഭക്ഷിക്കുക, അതുമാത്രമാണ് പ്രതിവിധി. മഹാവനമായ ഗാണ്ഡവത്തിൽ വസിക്കുന്നതോ സാക്ഷാൽ തക്ഷകനും. തന്റെ വാസസ്ഥലത്തേക്കുള്ള അഗ്നിയുടെ അധിനിവേശം തടയുവാനായി തക്ഷകൻ സുഹൃത്തായ ഇന്ദ്രദേവനെ സമീപിക്കുന്നു. അഗ്നിയെ ഇന്ദ്രൻ മഴ കൊണ്ട് തോൽപ്പിക്കുമെന്ന് തക്ഷകന് വാക്കുകൊടുക്കുന്നു. മഹാഭാരത കഥ നടക്കുന്ന ആ കാലഘട്ടത്തിൽ പഞ്ചപാണ്ഡവന്മാർ കാനനവാസത്തിലും ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന്റെ കൂടെ ഉപദേഷ്ടാവുമായുമുണ്ട്. അഗ്നിദേവൻ തന്റെ പ്രശ്നം ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുകയും ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ ഗാണ്ഡവ വനത്തിന് മുകളിൽ മഴയെ തടുക്കുവാനായി ചരകുടം ഉണ്ടാക്കുന്നു. വനാന്തരങ്ങളിലേക്ക് വന്യമായ മഴയായി ഇന്ദ്രൻ പെയ്തിറങ്ങുമ്പോൾ അർജുനൻ
ഒരു 100,000 ശരങ്ങളാൽ ഖാണ്ഡവ വനത്തിന് മുകളിലെ ആകാശത്തെ മറച്ച് ശരകൂടം ഉണ്ടാക്കുന്നു. ഈ സമയത്ത് രോഗശമനത്തിനായി വ്യഗ്രതയോടെ അഗ്നി ഖാണ്ഡവ വനം ദഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. അക്കാലത്ത് കണ്വമ മഹർഷി ആരാധിച്ചുകൊണ്ടിരുന്ന വിഷ്ണു വിഗ്രഹം വനത്തിനുള്ളിലായിരുന്നു. ഗാണ്ഡവ ദഹനത്തിനിടയിൽ അത് നശിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുകയും ഇതറിഞ്ഞ ഭഗവാൻ തന്റെ ദിവ്യശക്തി ആ വിഗ്രഹത്തിലേക്ക് പകരുകയും പ്രതിഷ്ഠ നടത്തുവാനുള്ള സ്ഥലം ലക്ഷ്യമാക്കി അർജുനൻ ഒരു അമ്പെയ്ത് സ്ഥലം നിശ്ചയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അതിനെ ഏതൂർ എന്ന് പറയപ്പെടുകയും പിന്നീടത് ലോപിച്ച് ഏവൂർ എന്നാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഏവൂർ ക്ഷേത്രത്തിന്റെ ചരിത്ര പ്രാധാന്യമറിഞ്ഞ് ഏവൂരിലേക്ക് എത്തുന്ന ഭക്തരുടെ മാനസങ്ങളിൽ ദ്വാപരയുഗവും ഖാണ്ഡവ വനവുമൊക്കെ ഒന്ന് മിന്നിമറിഞ്ഞു പോകും. കഥയിലെ ഖാണ്ഡവ ദഹനത്തിന്റെ ചരിത്ര സാക്ഷ്യങ്ങളാണ് ഏവൂരിന്റെ ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ ഇന്നും അവശേഷിക്കുന്ന തിരുശേഷിപ്പുകൾ. മഹാവനം കത്തി അമർന്നപ്പോൾ കാലാന്തരങ്ങളിലൂടെ അത് മനുഷ്യന്റെ വാസസ്ഥലങ്ങളായി രൂപാന്തരപ്പെട്ടു. അതിനാൽ സമീപ പ്രദേശങ്ങളുടെ നാമങ്ങൾ തന്നെ യഥാർത്ഥ തെളിവുകളാണ്. കത്തിയ ഊര് പിന്നീട് പത്തിയൂർ ആവുകയും കണ്വ മഹർഷിയുടെ ആവാസ സ്ഥലം കണ്ണമംഗലമായും കത്തുന്ന വനത്തിൽ നിന്നും പ്രാണരക്ഷാർത്ഥം ഓടിയ ഊരകങ്ങൾക്ക് മണ്ണ് തണുപ്പിച്ച് മണ്ണാറിയ പ്രദേശമാണ് ഇന്ന് നമ്മുടെ മുന്നിൽ മഹാസത്യമായി നിൽക്കുന്ന മണ്ണാറശാല. ഖാണ്ഡവ വനം കത്തിയെരിഞ്ഞ് പാടങ്ങളായി മാറിയ പ്രദേശങ്ങളിൽ ഭൂമി കുഴിച്ചെടുക്കുമ്പോൾ മറ്റെങ്ങുമില്ലാത്ത വിധം ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള കാണ്ടാമരങ്ങളുടെ കത്തി അവശേഷിച്ച വേരുകൾ ഇപ്പോഴും കണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു എന്നതും പ്രധാന തെളിവുകളാണ്. അതുകൊണ്ടുതന്നെ ഏവൂരിന്റെ ചുറ്റുവട്ടമുള്ള ഈ ഗ്രാമപ്രദേശങ്ങളുടെ ആകാശങ്ങളിൽ എവിടെയോ ദ്വാപര യുഗസ്മൃതികൾ ഉറങ്ങിക്കിടക്കുന്നു. യുഗങ്ങൾക്കപ്പുറത്തെ ചരിത്ര സ്മൃതികളാൽ നിറഞ്ഞു കിടക്കുന്നത് കൊണ്ടായിരിക്കാം ഏവൂരിന്റെ മണ്ണിലേക്ക് സ്പർശിക്കുമ്പോൾ ഓരോ ഭക്തന്റെയും മനസ്സിൽ ജന്മജന്മാന്തരങ്ങൾക്കപ്പുറത്തെവിടെയോ ഒരു ഉൾവിളി പോലെ യുഗാന്തരങ്ങളോളം നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ കാരുണ്യ സ്പർശമുണ്ടാകുന്നത്. ശ്രീഭൂതനാഥനാണ് ഏവൂരിലെ പ്രധാന ഉപദൈവം. കിരാതഭാവത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചനാഥനൊപ്പം പാർവതീദേവിയുമുണ്ട്. ഈ ഉപദൈവങ്ങളെ വണങ്ങി ഓരോ ഭക്തനും ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ പഞ്ചഭൂതങ്ങളാൽ നിറഞ്ഞ സ്വന്തം ശരീരം തിരിച്ചറിഞ്ഞ ഭക്തർ ശ്രീകോവിലിനുള്ളിലെ ഭഗവാന്റെ പ്രയോഗചക്ര പ്രതിഷ്ഠയിലേക്ക് നോക്കി കണ്ണുകൾ അടയ്ക്കുമ്പോൾ സ്വന്തം ആത്മാവിനെയാണ് തിരിച്ചറിയുന്നത്. ആ തിരിച്ചറിവിലൂടെ പരമമായ മോക്ഷത്തിനു വേണ്ടിയുള്ള ആത്മാവിന്റെ തുടുപ്പുകളാൽ ഭഗവാനോടുള്ള അചഞ്ചലമായ വിശ്വാസത്താൽ നാം സ്വയം മറന്നു പോകുന്നു. സർവകലാ വല്ലഭനായ ഭഗവാന്റെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഏവൂർ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ ഭക്തിയിൽ മാത്രമല്ല, മറിച്ച് കലയിലും സംഗീതത്തിലും ആത്മജ്ഞാനത്തിന്റെ സങ്കേതങ്ങളായും നിലനിൽക്കുന്നു. കർക്കിടക സംക്രമത്തിലെ വള്ളംകളി ഏവൂർ ക്ഷേത്രത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. ഏവൂർ പാടത്തു നിന്നും
പുഴയിലൂടെ ഭഗവാനെ എഴുന്നള്ളിച്ചു കൊണ്ടുള്ള യാത്ര ഈ പുഴയുടെ അങ്ങേക്കരയിൽ നിന്നും താളമേളങ്ങളുടെ അകമ്പടിയോടെ വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ അലങ്കരിച്ചു കൊണ്ടുവരുന്ന വഞ്ചികൾ പത്തിയൂർ ദേവിക്ക് മുന്നിൽ കാഴ്ചാദ്രവ്യങ്ങൾ സമർപ്പിച്ച് ചെറിയ തോടുകളിലൂടെ മറ്റു കരകളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ക്ഷേത്രത്തിൽ തിരിച്ചെത്തുന്നു. കർക്കിടക മഴയിൽ പാടങ്ങൾ ഒലിച്ചു പോകാതെ വരാൻ പോകുന്ന കൊയ്ത്തുത്സവങ്ങൾക്കും പൊന്നിൻ ചിങ്ങ പുലരികൾക്കും ഭഗവാന്റെ കാരുണ്യ പ്രവാഹത്തിൽ ഏവൂരിന്റെ മണ്ണ് ഇങ്ങനെ എത്രയോ ഋതുസംക്രമണങ്ങളിൽ വഞ്ചിപ്പാട്ടിന്റെ ഈണങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ടാവാം. ഇന്നും വഞ്ചിപ്പാട്ടിന്റെ ഒരു പാരമ്പര്യം ഏവൂരിന്റെ തലമുറ കെടാതെ സൂക്ഷിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം മാറുന്ന കാലഘട്ടത്തിലും പൈതൃകങ്ങൾ ഒന്നും നഷ്ടപ്പെടാതിരിക്കുവാൻ ഭഗവാന്റെ അവതാര കഥകളും ലോകത്തിന് മാതൃകയായി നിലനിൽക്കുന്ന ഭഗവത്ഗീതയുമൊക്കെ യുവതലമുറയിലും ആത്മീയ ജ്ഞാനമുണ്ടാക്കുവാൻ വേണ്ടി ക്ഷേത്ര ഭാരവാഹികൾ നാരായണീയവും ഗീതാ ക്ലാസുകളും ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 100-ൽ പരം വർഷങ്ങളായി ശ്രീ മഹാഭാഗവത സപ്താഹ യജ്ഞവും നടത്തിവരുന്നു. ഭാരത തൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ. ക്ഷേത്രത്തിന്റെ ബലിക്കൽ പുരയിൽ രാമായണ കഥയും കിരാതൻ കഥയും നമസ്കാര മണ്ഡപത്തിൽ ഭാഗവത കഥയും ദാരുശില്പരൂപത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. പറഞ്ഞാലും തീരാത്ത കഥകൾ കൊണ്ട് ഏവൂർ നിവാസികൾ നമ്മളെ യുഗങ്ങൾക്കപ്പുറത്തേക്ക് യാത്ര ചെയ്യിക്കുമ്പോൾ ഒടുവിൽ തിരിച്ചു വരാൻ കഴിയാത്ത വിധം നമ്മളൊരു വൃന്ദാവനത്തിലകപ്പെട്ട് ഭഗവാന്റെ മുരളീനാദത്തിൽ അലിഞ്ഞു ചേർന്ന് ദ്വാപര നിലാവിൽ പരമാനന്ദത്തിൽ ലയിക്കുമ്പോൾ ഈ ജന്മത്തിലെ കർമ്മങ്ങളിലേക്ക് കലികാലം നമ്മളെ മുട്ടി വിളിക്കുന്നു. സന്ധ്യാദീപങ്ങളും തൊഴുത് അത്താഴ പൂജയും ശീവേലിയും കഴിഞ്ഞ് നടയടയ്ക്കുമ്പോൾ നീലിമയാർന്ന ഒരു പുഞ്ചിരിയായി ഭഗവാൻ നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നു. തിരികെ നടക്കുമ്പോൾ ഏവൂരിലേക്ക് വീണ്ടും വീണ്ടും മടങ്ങിയെത്തുവാൻ, ഭഗവാന്റെ ദർശന പുണ്യത്തിൽ അലിഞ്ഞു ചേരുവാൻ ആത്മാവ് കൊതിച്ചുകൊണ്ടേയിരിക്കും. നാം ചെയ്യുന്ന കർമ്മങ്ങളിലെ ഊർജവും ക്ഷയവും നമ്മുടെ മനസ്സിനും ശരീരത്തിലും വ്യാപിക്കുകയാണ്.
നമ്മുടെ ഭാവി നിർണയിക്കപ്പെടുന്നതും അങ്ങനെയാണ്. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.